നോക്കാം. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കും. നമ്മുടെ വിജയങ്ങൾക്ക് എല്ലാം പിന്നിൽ ഒരു ശക്തിയുണ്ടെന്ന് വിശ്വസിക്കുന്ന രണ്ടുപേരുമാണ്. പക്ഷെ രണ്ടുപേരും വിജയിച്ചു എന്നുള്ളതാണ് ഇതിന്റെ സത്യം. Bigg Boss Season 6, the winner is, come on. എല്ലാ പ്രേക്ഷകരോടും എൻ്റെ മോനെ വോട്ട് ചെയ്ത് വിജയിച്ച എല്ലാ പ്രേക്ഷകരോടും മോഹൻലാൽ സാറിനോടും യേശുവിനോടും നന്ദി. നമ്മുടെ മോനെ ഈ കപ്പടിപ്പിച്ചത് എല്ലാ പ്രേക്ഷകരാണ്, ജനങ്ങളുടെ സപ്പോർട്ടും ജനങ്ങളുടെ സപ്പോർട്ട് കൊടുത്തുമാണ് എൻ്റെ മോൻ്റെ വിജയം. ഇത്രയും വലിയ വിജയം ഈ ബിഗ് വേദിയിൽ കയറി കപ്പടിപ്പിക്കാൻ അവസരം തന്ന എല്ലാ പ്രേക്ഷകരോടും ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. ഇനിയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന നിമിഷം. ബിഗ് ബോസ് സീസൺ 6 വിന്നറിനുള്ള ട്രോഫിയാണ്. മലയാളം സീസൺ 6 100 ദിവസം നീണ്ടുന്ന ചരിത്ര യാത്ര ഇന്നിവിടെ കഴിയുകയാണ്. ഈ 100 ദിവസങ്ങൾ ബിഗ് ബോസ് സീസൺ 6 നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു വലിയ വിജയമാക്കി മാറ്റിയ എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും എൻ്റെ 1000 നന്ദി. നമുക്ക് ഇനിയും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ പോയി വരാം. ശുഭരാത്രി. ഗുഡ് നൈറ്റ്. എല്ലാ ചാനലുകാർക്കും നന്ദി. പോയി വന്നേക്കണ എല്ലാ ചാനലുകാർക്കും നന്ദി. ഒരുപാട് നാട്ടിൻപുറത്തനായ എൻ്റെ മോൻ, നാട്ടിൻപുറത്തനായ ജിൻഡോ ഇതുപോലെ ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത് മാണിക്യമംഗലത്തിന്റെ ഈ നാടിന്റെ വിജയമായിരിക്കും അത്. ഞാനും അന്ന് വിചാരിച്ചത് ഈ മാണിക്യമംഗലം നാടിനൊരു അഭിമാനമാവണേ. ഈ രൂപയേക്കാൾ കൂടുതലും ഞാൻ പ്രാധാന്യം കൽപ്പിച്ചു. എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുന്നുണ്ട്. ഈ നാടിൻ്റെ അഭിമാനമാണെന്ന് എല്ലാവരും പറയും. ഈ നാട്ടിലുള്ളവരെല്ലാം പറയും ജില്ല ജയിക്കണം, നാടിൻ്റെ അഭിമാനമാണെന്ന്. അപ്പോൾ ഞാൻ മാണിക്യമംഗലം കവലയ്ക്ക് കപ്പുയർത്തി വന്ന് നിൽക്കണേ. എല്ലാ ആൾക്കാർക്കും കാണാനും കേൾക്കാനും സാധിക്കണേ. എല്ലാ ഈ നാടിന് ശരിക്കും ഒരു അഭിമാനമാവണമെന്ന് മാത്രം ഞാൻ ചിന്തിച്ചു. അങ്ങനെ മാത്രം ഞാൻ പ്രാർത്ഥിച്ചത്. അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് ഞാൻ അതിനായിരുന്നു. നാടിൻ്റെ മുത്താണ് എൻ്റെ മോൻ. ഈ നാടിൻ്റെ ഈ മാണിക്യമംഗലം നാടിൻ്റെ മുത്താണ്, രാജാവ്. എല്ലാവരോടും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാവരോടും ബിഗ് ബോസിനോടും മോഹൻലാൽ സാറിനോടും നന്ദി. ആ മണ്ഡലം എന്ന് പറഞ്ഞ ആളെയാണ് രാജാവാക്കിയിരിക്കുന്നത്. ഇതുപോലെ ഉയർത്തി രാജാവായി വന്നത് അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, ദൈവത്തിൻ്റെ ഒരു ശക്തി. ഒരു സാധാരണക്കാരൻ ബിഗ് ബോസ് വിൻ ചെയ്യാമെന്നുള്ളത് ജില്ലയുടെ തെളിയിച്ചിരിക്കുകയാണ്. അപ്പം അമ്മയ്ക്ക് എന്താ അത് പറയാം? സാധാരണക്കാരൻ ഇത്ര നിലയിലെത്തിയത് എൻ്റെ ജില്ലമോൻ ചെറുപ്പം മുതൽ കഷ്ടപ്പാടിൻ്റെ അധ്വാനത്തിൻ്റെ ഫലവും ദൈവത്തിൻ്റെ അനുഗ്രഹവും നാട്ടുകാരുടെ സഹകരണവും എല്ലാമാണ് ഇതിൻ്റെ പിന്നിൽ. അതാണ് ഉള്ളത്. എല്ലാ പ്രേക്ഷകരുടെയും
തുണയാണ് ഈ വിജയത്തിൻ്റെ കാരണം. മതിയോ? നാളെ എല്ലാവരും എയർപോർട്ടിലൊക്കെ ഉണ്ടാവൂലേ? അവിടെ ഇല്ലാത്ത ഇപ്പൊ കുറച്ച് ദിവസമായാലും ചിക്കനും മട്ടനും ബീഫൊക്കെ കഴിച്ചിട്ട് അതൊക്കെ ഒന്ന് തയ്യാറാക്കാം. പിന്നെ ആഗ്രഹം ഇപ്പോൾ അവൻ കുറേ നാളായി ഇതൊക്കെ കഴിച്ചിട്ട്. അവനൊരു വൈരാഗ്യം ആരോടും ഇല്ല. ഇല്ല, എനിക്ക് ആരോടും വൈരാഗ്യമില്ല. അവർ കളിയല്ലേ, മത്സരമല്ലേ, അവർക്ക് ജയിക്കണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടാവും. അപ്പം അങ്ങോട്ടും കൂടെ എന്തെങ്കിലുമൊക്കെ പറയും, അത് അപ്പോൾ തന്നെ തീരുകയും ചെയ്യും. അത് പുറത്തേക്ക് ആ വൈരാഗ്യം കൊണ്ടുകൊണ്ട് ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിൽ ഒരു കല്യാണം ഉണ്ടാവുമെന്ന് വെച്ചാൽ അടുത്തന്നെ നടത്തണമെന്ന് ആഗ്രഹമുണ്ട്. നടത്താൻ സാധിച്ചാൽ നടത്തണം. എന്തായാലും കല്യാണം നടത്തണം, ഒരുപാട് താമസിക്കാണ്ട്. അങ്ങനെ പ്രതീക്ഷിച്ചിരിക്കണം. വന്നിട്ട് വേണം കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ. കപ്പടിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ ആദ്യമേ എല്ലാത്തിനും വിജയം വന്നതും കൊണ്ട് ഒരു പ്രതീക്ഷയുണ്ടായി മോൻ കരകയറി പോരുമെന്ന്. പിന്നെ ആദ്യത്തെ പ്രാവശ്യം അവിടെ ഒരു പ്രതികരണം കണ്ടപ്പോൾ ഒരു മനസ്സിൽ ഒരുപാട് ടെൻഷനുകൾ തോന്നി. ആകെ ഇതാവാണല്ലോ, ദൈവമേ താണല്ലോ എന്ന് ഓർത്ത് ഒരുപാട് വിഷമിച്ചു ഞാൻ. പിന്നെ അതൊക്കെ വേദന തോന്നി, ഒരുപാട് വിഷമിച്ചു. ഒരു 8-9 മാലയിട്ട് മണ്ടമ്പട്ടം ചാർജി കൊടുത്തപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ ഭയങ്കരമായി ഉണ്ടായി. അവൻ്റെ കണ്ണീരും കരച്ചിലും അങ്ങനെയെല്ലാം. പിന്നെ പല പ്രാവശ്യം ചോറിൻ്റെ മുമ്പിലും ഭക്ഷണത്തിൻ്റെ മുമ്പിലൊക്കെ ഇരുന്ന് കരയുകയും അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളും ഒക്കെ എല്ലാം അങ്ങനെ വേസ്റ്റൊക്കെ ഇട്ട് അടിച്ചു വാരി എല്ലാം ചെയ്ത സമയത്ത് ഒരുപാട് വിഷമങ്ങളുണ്ടായി. വേസ്റ്റൊക്കെ ഇട്ട സമയത്ത് ഒരുപാട് വിഷമങ്ങളുണ്ടായി. അതെല്ലാം പിന്നെ ആരോടൊന്നിച്ച് വൈരാഗ്യമില്ല എന്ന് വെച്ചാൽ അവരുടെ കളിയുടെ ഭാഗമാണ്. അതിൽ കഴിയുമ്പോൾ തീർന്നോളൂ, അപ്പോഴത്തെ ആ ദേഷ്യത്തിന് ചെയ്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ. അപ്പൊ കുറെ അധികം വിഷമം തോന്നി. കുറെ പേര് ജാസ്മിൻ ജയിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ബിഗ് ബോസ് ജാസ്മിന് കപ്പ് കൊടുക്കുന്നൊക്കെ പേടിച്ചിരുന്നോ? അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെയൊക്കെ തോന്നൽ പുറത്ത് പറച്ചിലൊക്കെ ഉണ്ടായതും കൊണ്ട് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു. പിന്നെ ഭൂരിപക്ഷം വോട്ട് കണ്ടമാനവനുള്ളതും കൊണ്ട് ഇവന് തന്നെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായി. എപ്പോഴായാലും പിന്നെ മത്സരം വരുന്ന സമയത്ത് ജിൻഡോന് എന്തെങ്കിലും പണിഷ്മെന്റ് കൊടുക്കാൻ, ശിക്ഷ കൊടുക്കാൻ വന്ന സമയത്തായാലും സാറ് വിളിക്കുന്ന സമയത്ത് ഒരു പുഞ്ചിരിയോട് കൂടിയാ ജിൻഡോ എന്നുള്ള വലിയൊരു പുഞ്ചിരിയോട് കൂടിയാ. അതൊരു സന്തോഷമായിരുന്നു. നാടിന്റെ അഭിമാനമാണെന്ന്. ഈ നാടിന്റെ രാജാവാണെന്ന്. പിന്നെ ജിന്റെ അപ്പ ഒരു 9 മണിയായപ്പോ വിളിച്ചു. അപ്പൊ എന്റെ മോനെ ഞങ്ങളൊന്ന് പോയായിരുന്നു, അവിടെ കണ്ടു. അത് കഴിഞ്ഞിട്ട് എന്റെ മോൻ സന്തോഷിക്കുന്നത് കണ്ടത് ഇപ്പളാ. ഫോൺ വിളിച്ചപ്പോ എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റില്ല. അമ്മ സംസാരിച്ചു. കാരണം എനിക്കിവിടെ കുറെ കേസുകളൊക്കെ ഉണ്ടായ കാരണം ഞാൻ ഓടിപ്പാടുന്നുള്ളൂ. പിന്നല്ലേ പക്ഷെ നമ്മൾ വിചാരിച്ച സെക്കൻഡ് യാസ്മിക്കാണ്. പക്ഷെ അത് അർജുനായിപ്പോയി. അതാ കൊച്ചിന്റെ 2 ദിവസത്തെ ആ പരിപാടിയോടുകൂടി ആൾക്കാരൊക്കെ അത് കണ്ടു മനസ്സിലാക്കി. ഗപ്രി വന്നുകൊണ്ട് എന്താ കാണിച്ചു കൂട്ടിയേ, അത്ര വോട്ട് പോയില്ല ആ കൊച്ചിന്റെ. മത്സരാർത്ഥിയായിരുന്നു. എന്റെ മോന്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്നു. തീർച്ചയായിട്ടും അത് ലോകം മുഴുവൻ എല്ലാവരും പറയുന്നുണ്ട്. അവളെ ഗഫ്രി വന്നപ്പോ കാണിച്ചു കൂട്ടിയ ആ കോലങ്ങള് ജനങ്ങളൊക്കെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഇവര് രണ്ടുപേരും ജാസ്മിൻ അല്ലെങ്കിൽ ജിൻഡോ അതായിരുന്നു മനുഷ്യരുടെ ഫസ്റ്റ് സെക്കൻഡും. അതിപ്പോ മാറിപ്പോയില്ലേ. ഇപ്പൊ ജിൻഡോനോട് ഒരുപാട് പേര് ദേഷ്യപ്പെട്ടിട്ടുണ്ട്, കലഹിച്ചിട്ടുണ്ട്. അവരോടൊക്കെ ഒരു ദേഷ്യം അവരോടൊക്കെ എനിക്കൊരു ദേഷ്യമില്ല, സന്തോഷമുള്ളൂ. അവര് കാരണമാണ് ഫസ്റ്റ് ഡേ അല്ലേ? പിന്നല്ല, ആ ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ജിൻഡോയുടെ ഒരു എതിരാളിയായിരുന്നു. ഞങ്ങൾക്ക് പേടിയും ജാസ്മിനായിരുന്നു. ലാസ്റ്റ് ഫ്രണ്ട്സ് ആയി തലച്ചൊറിയിലും ഇതൊക്കെ ഒരുപാട് പരിപാടിയിലായിരുന്നു. എന്താ നമുക്ക് മനസ്സിലായില്ല. അതെന്ന് പറഞ്ഞാൽ ഈ ഗബ്രീൻ അങ്ങനെ അവനൊരു കല്യാണം പറഞ്ഞു നിൽക്കാണെന്നുള്ളവരൊക്കെ എല്ലാവരോടും പറഞ്ഞാക്കണ ഒരു കേസാണ്. ഇപ്പൊ എന്താ നമുക്കറിയില്ലോ. ഇവിടെ കല്യാണം പറഞ്ഞു വെച്ചാണ് ചെറുക്കൻ അവൻ കെട്ടറില്ലാന്നും പറഞ്ഞു ഒഴിവായി എന്നും പറഞ്ഞു ജാസ്മിനെ. അതൊക്കെ നമ്മൾ കാണണേ. സ്വീകരണം ആണോന്നാ നെടുമ്പാശ്ശേരി തൊട്ട് കാലടി തൊട്ട് മാണിക്കകലം തൊഴി സ്വീകരണമായിരിക്കും. രാജാവായിട്ട് വന്നില്ലേ? രാജാവായിട്ട്. അതായത് ജിൻഡോന്ന് പറഞ്ഞല്ലോ, ചെറുപ്പം തൊട്ട് അവൻ അധ്വാനിച്ചുണ്ടാക്കിയാക്കണ ഇതാണത്. 4 ജിമ്മുണ്ട്, ഈ കരാട്ട പഠിച്ചിട്ടുണ്ട്, പിന്നെ മിസ് കേരള മിസ് എറണാകുളം അടിച്ചിട്ടുണ്ട്, മദർ തെരേസ അവാർഡ് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ എൻ്റെ മോന് നേടിയിട്ടുണ്ട്. ഇതാണ് പിന്നല്ലേ നാട്ടുകാരെ നിലയ്ക്ക് വൻ വിജയം അവന് സ്വീകരണം നിലയ്ക്ക് നമുക്ക് കൊടുത്തിരിക്കും. അതായത് ഒരു വൻ വിജയമാണെന്ന് കഷ്ടപ്പെട്ട് വന്ന ഒരാളാണ്. ആ നിലയ്ക്ക് അവൻ്റെ ഒരു വിജയം നാട്ടുകാരുടെ വിജയമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവന് വൻ സ്വീകരണം ബിഗ് ബോസ് എന്ന നിലയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കും. അതെ, നാളെ അവരെ ഔട്ടായ ആൾക്കാർ മൊത്തം അവരൊരു കമ്പനി കൂടെ ഒരു ഹോട്ടലിൽ അത് കഴിഞ്ഞായിട്ട് വരുമെന്ന് നമുക്ക് കിട്ടിയൊരു ന്യൂസ്. പറയാൻ പറ്റില്ല എപ്പോഴാണ് വേണ്ടത്. അതൊക്കെ പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഈ നിമിഷത്തിൽ ഇപ്പം എന്താ തോന്നുന്നത്? ഈ നിമിഷത്തിൽ വോട്ട് ചെയ്തവരോട് തോന്നുന്നത് വളരെയേറെ സന്തോഷം. അവരാണ് മോനെ വിജയിപ്പിച്ചത്. ഒത്തിരി ഇത്രയും പ്രേക്ഷകർ അവരുണ്ടായില്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെയേറെ സന്തോഷം. ഒത്തിരി സന്തോഷം. ഞാൻ ഉദ്ദേശിച്ചതിലും അധികം പ്രേക്ഷകരുണ്ടായി. അതിൽ എല്ലാവരോടും നന്ദി പറഞ്ഞു. ഒരു സമയത്ത് ജിൻഡോ ചേട്ടനെതിരെ ഭയങ്കര കളിയാക്കലും മണ്ടനാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അതിപ്പം മണ്ടനല്ല എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവർ തന്നെ പറഞ്ഞു മണ്ടനല്ല. അവർക്ക് തന്നെ 2 ദിവസം അവനവിടെ ഇങ്ങനെ ഒന്നും കളിക്കുകയും എടുക്കുകയും ചെയ്യാതെ അങ്ങനെ കുത്തിയിരുന്നു. അപ്പോൾ അവനതെല്ലാം കണ്ടൊന്നും മനസ്സിലാക്കാമെന്നാണ് കുട്ടിയിരുന്നത്. അപ്പോൾ കണക്കാക്കിയിരുന്നപ്പോൾ ഇവർ വിചാരിച്ചൊരു മണ്ടനാണെന്ന്. അപ്പോൾ ലാസ്റ്റ് ഇവർക്ക് തന്നെ തോന്നി ഇവൻ മണ്ടനല്ല, ബുദ്ധിമാനാണ് ഇവർ തന്നെ പറഞ്ഞു. ഇപ്പം ലാസ്റ്റ് ബുദ്ധിമാനാണ് തെളിയുകയും ചെയ്തു. തെളിയിച്ചു കൊടുത്തു. മലയാളം എന്തോ സഹിക്കാൻ പറ്റാത്തൊരു സന്തോഷവും സങ്കടവും എല്ലാം ഉണ്ട് ശരീരത്തിൽ. എങ്ങനെയോ എന്തൊക്കെയോ തോന്നിയെന്ന് എനിക്ക് തന്നെ പറയാൻ പറ്റും. അതിന് മാത്രം സന്തോഷവും സങ്കടവും എല്ലാം എൻ്റെ മനസ്സിൽ വന്നു. ഈ ജിൻഡോയുടെ മണ്ടനാന്ന് പറഞ്ഞപ്പോൾ ജിൻഡോ ചേട്ടൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ആരെന്നെ മണ്ടനാന്ന് പറഞ്ഞാലും എൻ്റെ അമ്മയ്ക്ക് എന്നെ മനസ്സിലാവുന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവൂല. ചെറുപ്പം മുതൽ എൻ്റെ മോനല്ലേ, ഞാൻ വളർത്ത മോനല്ലേ, എനിക്കറിയാലോ. അവരൊരു മണ്ടനല്ല, നല്ലൊരു ബുദ്ധിമാനാണ്. ഒരു ബുദ്ധിമാനായതുകൊണ്ട് തന്നെയാണ് കുഞ്ഞു പ്രായം മുതൽ അധ്വാനിക്കാനും കഷ്ടപ്പെടാനും യാതൊരു അലമ്പോ പ്രശ്നങ്ങളിലോ ഒന്നിലും ഇല്ലാതെ പോകാതെ അവൻ നല്ല രീതിയിൽ വളർന്നു വന്നത്. അവൻ നല്ലൊരു ബുദ്ധിമാനായിട്ടാണ്. സ്നേഹം എന്ന് പറഞ്ഞാൽ കുഞ്ഞു പ്രായം മുതൽ കഷ്ടപ്പാടേണ്ട സമയത്തും എന്നോട് എല്ലാ കാര്യവും തുറന്ന് പറയും. ഞാനും പറയും. അങ്ങനെ ഭയങ്കര സ്നേഹ ഇതായിരുന്നു. പിന്നെ ഇപ്പം എനിക്ക് സുഖമില്ലാണ്ടായോടെ അവരോടൊന്നും കൂടിയും ഭയങ്കര വിഷമമായി. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ പേടിക്കണ്ട, ഞാൻ അമൃതയിലെ ആശുപത്രിയിൽ പോയി ഇങ്ങോട്ട് പോന്നപ്പോൾ അങ്ങനെ ലെൻസിനാണ് കംപ്ലൈൻറ്റ്, ചുരുങ്ങി അങ്ങേറ്റായി, ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനാണ്. ആ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി. അപ്പം ഞാൻ എന്ന് പറഞ്ഞപ്പോൾ അമ്മ ഒരു കാരണവശാലും പേടിക്കണ്ട, എവിടെ പോയാലും എൻ്റെ തൊണ്ടയിൽ വെക്കേണ്ടെങ്കിൽ അമ്മേനെ ഞാൻ ചികിത്സ ചെയ്ത് രക്ഷിക്കും. അമ്മ വളരെ പേടിക്കുക ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു.
അമ്മയ്ക്ക് തന്ന വാക്ക് പാലിച്ചുകൊണ്ട് നാളെ മോൻ വരാല്ലേ? വരാണ്. അപ്പൊ മോന് വേണ്ടി സ്വീകരണം എന്തൊക്കെയാ ചെയ്യുന്നത്? സ്വീകരണം അവൻ വരുമ്പോൾ ഞങ്ങൾ അതിൻ്റെതായ എല്ലാവരൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാ ആൾക്കാരും വരും, ബന്ധുക്കളും വീട്ടുകാരും എല്ലാവരും വരും. എല്ലാവരും ഉണ്ടാവും ഇവിടെ. എല്ലാവരും കൂടി ഒന്ന് അടിച്ച് പൊളിച്ച് സന്തോഷിച്ച് ഇരിക്കണം. സന്തോഷിക്കാന്ന് കരുതിയിരിക്കുന്നത്. നാട്ടുകാര് ഇത് ഭയങ്കര സ്നേഹം അവനോട്, എല്ലാ നാട്ടുകാരും.